ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പിന്നിൽ നിങ്ങൾ കാണുന്നത് ഒരു ചരിത്ര സ്മാരകമാണ്. ഇന്ന് പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു സ്മാരകം. കാമ്പിത്താൻ എന്ന് പറയുന്ന ഒരു സിദ്ധൻ മണ്ണടിയിൽ പണി കഴിപ്പിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു പുരാവസ്തുവാണ് ഈ കമ്പനി കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരണമൊന്നും എനിക്കറിയില്ല, എങ്കിലും അറിയാവുന്ന വിവരണങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. ഇതിനൊരുപാട് ചരിത്രങ്ങളുള്ളതാണ്. കൊല്ലം ജില്ലയിലെ മണ്ണടി പഴയകാവ് ദേവീക്ഷേത്രത്തിൻ്റെ അടുത്തു നിന്നും ഒരു 300 മീറ്റർ മാറിയാണ് ഈ കൽമണ്ഡപം സ്ഥിതി ചെയ്യുന്നത്. മധുര മീനാക്ഷിയെയും മണ്ണടി ദേവിയെയും ഒരുപോലെ ഭജിച്ചിരുന്ന കാമ്പിത്താൻ എന്ന സിദ്ധൻ അദ്ദേഹം പണി കഴിപ്പിച്ചതാണ് ഈ കൽമണ്ഡപം എന്നാണ് വിശ്വാസം. ആ കൽമണ്ഡപത്തിൽ 24/1/1109 എന്ന ഒരു ഡേറ്റ് അതിൽ കൊത്തിയിട്ടുണ്ട്. പക്ഷേ ആ ഡേറ്റ് കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല, എൻ്റെ ദൃഷ്ടിയിൽ ഞാൻ കണ്ടതാണ്. അപ്പോൾ ഈ കൽമണ്ഡപം നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ രക്തസാക്ഷിയും ദേശസ്നേഹിയും ദേശാഭിമാനിയുമായിരുന്ന നമ്മുടെ വേലുത്തമ്പി ദളവ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കൽമണ്ഡപമായിരുന്നു ഇത്. കല്ലടയാറിൻ്റെ തീരത്ത്, കല്ലടയാറ് മേളിയിൽ നിന്ന് ഒഴുകി വന്ന് ഇവിടെ വന്ന് ഇടിച്ച് തിരിഞ്ഞ് താഴേക്കൊഴുകുന്ന ഒരു എൽ ഷേപ്പിൽ താഴേക്കൊഴുകുന്ന അതിഭയങ്കരമായ കയമുള്ളതും അതിമനോഹരമായ ഒരു കടവോടും കൂടിയ ആ കടവിലാണ് ഈ കൽമണ്ഡപം പണി കഴിപ്പിച്ചിരിക്കുന്നത്. വലിയ കൽപ്പടവുകളിട്ട് മനോഹരമായി അങ്ങാറ്റ് തീരം വരെയും അതിനെ മനോഹരമാക്കി പണിതിട്ടുണ്ട്. കിളിമാനൂർ കൊട്ടാരത്തിൽ നിന്നും അവസാനത്തെ അത്താഴവും കഴിച്ച് മണ്ണടിയിൽ കാമ്പിത്താൻ എന്ന സിദ്ധനെ കാണാൻ വേണ്ടിയാണ് ആദ്യം വേലുത്തമ്പി എത്തിയതെന്ന് പറയപ്പെടുന്നു. പക്ഷേ ആ സമയം അദ്ദേഹം മധുരയിലേക്ക് പോയിരുന്നു. മധുര മീനാക്ഷിയെ തൊഴാനായി മധുരയിലേക്ക് പോയിരുന്നു. അതുകൊണ്ട് വേലുത്തമ്പിക്ക് കാമ്പിത്താനെ കാണാൻ സാധിച്ചില്ല. ഒരുപക്ഷെ കാമ്പിത്താൻ മണ്ണടിയിലുണ്ടായിരുന്നെങ്കിൽ വേലുത്തമ്പി മരിക്കില്ലായിരുന്നു എന്നാണ് ഇന്നും അവിടുത്തുകാർ വിശ്വസിക്കുന്നത്. കാരണം അതിനു വേണ്ടുന്ന ഒരു കാരണവും അല്ലേ വേലുത്തമ്പിക്ക് രക്ഷപ്പെടാനുള്ള മാർഗമോ കാമ്പിത്താൻ കാട്ടിക്കൊടുക്കുമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇതിനുള്ളിലുള്ള ഒരു മണ്ഡപമുണ്ട്. ആ മണ്ഡപത്തിനുള്ളിലൊരു അറയുണ്ട്. ആ അറയ്ക്കുള്ളിൽ മരിക്കുന്നതിന് മുമ്പായിട്ട് വേലുത്തമ്പി മണിക്കൂറുകളോളം ധ്യാനത്തിലിരുന്നതായി അവിടുത്തെ ദേശവാസികൾ പറയുന്നത്. ഇത് കണ്ടോ, ഈ കല്ലിൽ കുത്തിയിരിക്കുന്ന ഡേറ്റ് കണ്ടോ. ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. എൻ്റെ വീഡിയോ കണ്ട് നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും പുതിയൊരു വീഡിയോ ആയി എത്തുന്നതുവരെ ടാറ്റ, ബൈ ബൈ.